നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ നല്ലൊരു മരുമകൾ വന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറും. ചിലർ വന്നാൽ ചിരിയും സമാധാനവും നിറയും. ചിലർ വന്നാൽ വീട്ടിലെ ഭാഗ്യം ഇരട്ടിയാകും. കാരണം ഓരോ നക്ഷത്രത്തിലുമുള്ള ഗുണങ്ങൾ അത്ര ശക്തമാണ്. ഇന്ന് നാം പറയുന്നത് വീട് തന്നെ ഉണർത്തുന്ന, വീട്ടിൽ ഭാഗ്യം നിറയ്ക്കുന്ന മരുമകൾ ഏത് നക്ഷത്രക്കാരാണെന്ന്. അവരെ നിങ്ങൾ വീട്ടിൽ സ്വീകരിച്ചാൽ വീട്ടിൽ സുഖസമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും നിറയും. അവരാണ് തിരുവാതിര, കാർത്തിക, ചതയം, മകയിരം, മകം, അനിഴം, ഉത്രാടം, അവിട്ടം, ഭരണി നക്ഷത്രക്കാരായ മരുമകൾ. 1. തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാരി വീട്ടിൽ കടന്നാൽ ആ വീട്ടിൽ ഒരു തിളക്കമുണ്ടാകും. അവളുടെ മുഖത്ത് എല്ലായ്പ്പോഴും ശാന്തമായൊരു ചിരി. അതൊരു വീട്ടുകാരുടെ ഹൃദയത്തിൽ സമാധാനം പകരും. വീട് അലങ്കരിക്കുന്നതിലും ദൈവവിശ്വാസത്തിലും ഇവർ മുന്നിലാണ്. ഭഗവതിയുടെ കൃപ ഇവർക്കെപ്പോഴും കൂടെയുണ്ടാകും. 2. കാർത്തിക നക്ഷത്രം. കാർത്തികക്കാരി അകത്തു വന്നാൽ ആ വീട്ടിൽ പെട്ടെന്ന് ധനപ്രവാഹം തുടങ്ങും എന്ന് പലരും പറയുന്നു. ശിവഭക്തിയും ഭദ്രകാളി അനുഗ്രഹവും നിറഞ്ഞ ഇവർ വീടിനും കുടുംബത്തിനും ശക്തമായ സംരക്ഷണ വലയമാണ്. വാക്കുകൾ കുറച്ച് പ്രവർത്തനം കൂടുതലായവരാണിവർ. വീട്ടിൽ ചിരിയും ശാന്തിയും ഉണ്ടാകും. 3. ചതയം നക്ഷത്രം. ചതയക്കാരി വീടിനകത്ത് വന്നാൽ പുതിയ അവസരങ്ങൾ തുറക്കും. അവളുടെ ചിന്താശേഷിയും ദർശനവും വീട്ടുകാരെ പ്രചോദിപ്പിക്കും. ഭർത്താവിനും മക്കൾക്കും ഭാഗ്യം കൂടാൻ ഇവരുടെ സാന്നിധ്യം മതിയാകും. ദൈവാനുഗ്രഹം ഇവർക്കെപ്പോഴും കൂടെയുണ്ടാകും. 4. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാരി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ അലസത ഇല്ലാതാകും. അവൾ പ്രവർത്തനശീലയാണ്. വീട്ടിൽ ഓരോ കാര്യവും ഗംഭീരമായി നടത്തും. ധനവും കരിയറും വളരാൻ ഇവർ സഹായകമാകും. ഇവരെ കൊണ്ട് വീട്ടിൽ ഭാഗ്യം തന്നെ തെളിയും. 5. മകം നക്ഷത്രം. മകം നക്ഷത്രക്കാരി വീട്ടിൽ വന്നാൽ പുതുജീവൻ കിട്ടും. സത്യസന്ധതയും ആത്മവിശ്വാസം ഇവരുടെ ആയുധമാണ്. അവൾ എത്തിയാൽ വീട്ടിലെ മനസ്സിലാക്കലുകൾ കൂടുകയും ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. 6. അനിഴം നക്ഷത്രം. അനിഴക്കാരി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ കുലദേവതയുടെ കൃപ വർദ്ധിക്കും. അവൾ വീടിൻ്റെ ഉച്ചഭാഷിണിയല്ല, പക്ഷേ അവളുടെ വാക്കുകൾക്ക് ഭാരമുണ്ട്. തൻ്റെ പരിപാലന ശൈലികൾ വീട്ടിലെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഒരു മാധുര്യം ഇവർക്കുണ്ട്. 7. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാരി വന്നാൽ വീട്ടിൽ ആത്മീയതയും സമാധാനവും നിറയും. അവളുടെ കരുണയും ക്ഷമയും ആ വീട്ടിലെ എല്ലാ ദുർഭാഗ്യങ്ങളും അകറ്റും. ഇവരെ വീട്ടിൽ സ്വീകരിച്ചാൽ കുടുംബത്തിലെ കലഹങ്ങൾ കുറയും. 8. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാരി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ ഉത്സാഹം ഉണ്ടാകും. അവളുടെ കരിയർ വളർച്ചയും ധനസമ്പാദനവും വീടിന് ഗുണം ചെയ്യും. ഭഗവതിയുടെ കൃപയും ഭക്തിയും നിറഞ്ഞ മനസ്സുള്ളവരാണിവർ. 9. ഭരണി നക്ഷത്രം. ഭരണിക്കാരി വീട്ടിൽ കടന്നാൽ ആ വീട്ടിലെ ഭാഗ്യം തീർച്ചയായും തെളിയും. ഇവർക്കുള്ള കരുണയും ആത്മബലവും വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കും. വീട്ടിലെ മുതിർന്നവർ ഇവരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ജീവിതത്തിൽ ഭാഗ്യം മാത്രം മതിയാവില്ല. സമാധാനം വേണം, സ്നേഹം വേണം, ആത്മശക്തി വേണം. അതെല്ലാം നമുക്ക് നൽകാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാരായ മരുമക്കൾ. അവരൊരാൾ വീട്ടിൽ കാൽ വെച്ചാൽ ആ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. വിളക്ക് തെളിയിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ പ്രകാശം വീടിനകത്ത് ഒഴുകും. വാക്കുകളിലല്ല, പ്രവർത്തനങ്ങളിലാണ് ഇവർ ഭാഗ്യത്തിൻ്റെ അർത്ഥം തെളിയിക്കുന്നത്. ചിലർക്കത് ഒരു യാദൃച്ഛികം എന്ന് തോന്നാം, പക്ഷേ ആത്മീയമായി നോക്കിയാൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ജന്മന ഇവർക്കുണ്ട് ഭാഗ്യവീണയുടെ താളം. അവർക്ക് പിന്നാലെ വരുന്നത് സമൃദ്ധിയും സ്നേഹവും ആയിരിക്കും. ഈ നക്ഷത്രക്കാരികൾ വീട്ടിൽ വന്നാൽ ഭാഗ്യവാതിലുകൾ സ്വയം തുറക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പൊതുഫലം മാത്രമാണ്.
ജാതകപരമായി ചേർക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. ഭദ്രകാളിയുടെ കൃപയും ദൈവാനുഗ്രഹവും നിങ്ങളുടെ വീടിനും കുടുംബത്തിനും എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ഭാഗ്യം നിറഞ്ഞ ജീവിതം നിങ്ങളുടേതാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.